ഗാസയിലെ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗാസയിൽ ഹമാസ് വിദ്യാഭ്യാസം ഏറ്റെടുത്തു. ചെറുപ്പം മുതലേ ഗാസയിലെ കുട്ടികളെ ഭീകരതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ആദ്യ പാഠപുസ്തകം മുതൽ തന്നെ ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ലെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. തീവ്രവാദികളെ വീരന്മാർ എന്ന് വിളിക്കുന്നു. സൂയിസൈഡ് ബോംബർമാർ കുട്ടികൾക്ക് മാതൃകകളാണ്. സ്കൂളുകൾക്ക് പോലും കൂട്ടക്കൊലപാതകികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നാസി ജർമ്മനിയിൽ പ്രവർത്തിച്ച ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തിയുടെ പേരിലുള്ള റാമല്ലയിലെ അമിൻ അൽ ഹുസൈനി സ്കൂൾ, അൽ ഖ്വദയുടെ സ്ഥാപകരിൽ ഒരാളുടെ പേരിലുള്ള ജെനിനിലെ അബ്ദുല്ല ആസം സ്കൂൾ, 38 ഇസ്രായേലികളെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഹെബ്രോണിലെ ദലാൽ അൽ മുഗ്രാബി ഗേൾസ് എലിമെന്ററി സ്കൂൾ. ഞെട്ടിക്കുന്ന ഭാഗം ഇതാ. ഈ ജീവനക്കാരായ സ്കൂൾ അധ്യാപകർ ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ സജീവമായി പങ്കെടുത്തു. കുട്ടികൾ രക്തസാക്ഷിത്വമല്ല, ഗണിതം, ശാസ്ത്രം, സാഹിത്യം എന്നിവ പഠിക്കണം. ഇത് ബാലപീഡനമാണ്. ഇത് തെറ്റാണ്. ഭാവി കെട്ടിപ്പടുക്കുന്ന തരത്തിലുള്ള യഥാർത്ഥ വിദ്യാഭ്യാസം ആവശ്യപ്പെടാൻ തുടങ്ങേണ്ട സമയമാണിത്. ഒരു കുട്ടിയും തീവ്രവാദിയായി ജനിക്കുന്നില്ല. ഹമാസ് അവരെ അങ്ങനെ ആകാൻ നിർബന്ധിക്കുന്നു.